ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അൾട്ടിമേറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഗെയിമിംഗ് ബീസ്റ്റ് എന്നോ പെർഫോമൻസ് ഡ്രാഗൺ എന്നോ നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണേലും വിളിക്കാം. കാരണം അത്രയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ടോപ്പ് ലെവൽ പെർഫോമൻസ് തരുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, കുറച്ച് കുറവ് മതി പവർ എന്നുണ്ടെങ്കിൽ വിക്ടസ് നോക്കാം. ഇത് ഓമൻ 16 എന്ന് പറയുന്ന HP ലാപ്ടോപ്പാണ്. ഇത് വിക്ടസ് എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. രണ്ടായാലും NVIDIA GeForce RTX 50 സീരീസ് ലാപ്ടോപ്പ് GPUവിന്റെ പവറാണ് വരുന്നത്. സോ അപ്പോൾ മൊത്തത്തിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഐറ്റം. ഈ സെറ്റപ്പാണ് ഇതിനെ ഒരു ഗെയിം ചേഞ്ചറാക്കി മാറ്റുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം, വിശദമായിട്ട് പരിശോധിക്കാം, ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാം. ആദ്യം ഒരു അൺബോക്സിംഗ്. ഇതാണ് ഓമൻ 16 എന്ന ലാപ്ടോപ്പ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ആദ്യം ലാപ്ടോപ്പ് അതിനാണ് പുറത്തേക്ക് വരുന്നത്. ഇത് കൂടാതെ ചാർജറുണ്ട്. അതായത് 230 വാട്ടിന്റെ ചാർജറാണ്. എന്തായാലും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവും. 50% ഒക്കെ 30 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്നത്. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ലാപ്ടോപ്പിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഓമൻ 16 എന്ന് പറയുന്ന ലാപ്ടോപ്പ്. ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോ, ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു തനി ഗെയിമിംഗ് ലാപ്ടോപ്പ് ലുക്കിലല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ പർപ്പസിനോ ഒക്കത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിന്റെ ഡിസൈൻ. ഇതാണ് വിക്ടസിന്റെ ബോക്സ്. 200 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. പിന്നെ ഇതാണ് വിക്ടസ് ലാപ്ടോപ്പ്. നൈസാണ്. ആദ്യം തന്നെ ഇതിന്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ നല്ല പ്രീമിയമായ, നല്ല മെറ്റൽ ബോഡിയാണ്, നല്ല സ്ട്രോങ് ആയ പ്രീമിയം ഫീൽ തന്നെയാണ് വരുന്നത്. ഷാഡോ ബ്ലാക്ക് ആണ് ഇതിന്റെ കളർ വരുന്നത്. 2.44 കിലോഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. വെയിറ്റ് ഉണ്ടാവും, ഗെയിമിംഗ് ലാപ്ടോപ്പാണ്, സ്വാഭാവികമാണ്. ഒപ്പം തന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ Type A പോർട്ടാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ Type A USB-C ഹെഡ്ഫോൺ മൈക്രോഫോൺ കോംബോ ഒരു പോയിന്റും കാണാം. റിയർ സൈഡിൽ USB-A HDMI 2.1 RJ45 AC സ്മാർട്ട് പിൻ, അതായത് നമ്മുടെ കറണ്ട് കണക്ട് ചെയ്യാനുള്ള, ചാർജർ കണക്ട് ചെയ്യാനുള്ള പോയിന്റ്, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെയാണ് ഓമന്റെ ഒരു ഓവർവ്യൂ. വിക്ടസിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറകിൽ അങ്ങനെ പോയിന്റുകൾ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം Type C, ലാൻ കേബിളിന്റെ Type A HDMI എല്ലാം റൈറ്റ് സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിൽ Type A, അതേപോലെ പവറിന്റെ സംഭവം, പിന്നെ ഹെഡ്ഫോൺ ജാക്കിന്റെയും ആ ഒരു സംഗതിയും കാണാം. ഇനി ഓമൻ 16 ഒക്കെ ഡിസ്പ്ലേ ആണെങ്കിൽ ടോപ്പ് നോച്ച് ആണ്. 2.5K വരുന്ന 16-inch ഡിസ്പ്ലേ ആണ്. ആന്റി ഗ്ലെയർ, അതായത് നമുക്ക് ലൈറ്റ് ഒക്കെ എന്തെങ്കിലും റിഫ്ലക്ട് ചെയ്താൽ തന്നെ ഇതിൽ അങ്ങനെ വ്യക്തമായിട്ട് വിസിബിൾ ആവില്ല. ആന്റി ഗ്ലെയർ കോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. IPS LCD ഡിസ്പ്ലേ ആണ്. ഓമൻ 16 240 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. സോ ഡീസന്റ് ബ്രൈറ്റ്നസ്, ടോപ്പ് ലെവൽ റീഫ്രഷ് റേറ്റ്. ഇതിൽ വരുന്നത് 15.6 ഇഞ്ച് വരുന്ന ഫുൾ HD ഡിസ്പ്ലേ ആണ്. അത് 144 ഹെർട്സിന്റെയാണ്, 300 നിറ്റ്സിന്റെയാണ് ബ്രൈറ്റ്നസ്. അതിലും വേറെ വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. ഡീസന്റ് ക്വാളിറ്റിയാണ്. നിങ്ങളുടെ വിഷ്വലൊക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. നല്ല സെറ്റ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. കീബോർഡൊക്കെ ഫുൾ സൈസ് കീബോർഡാണ് 2 ലാപ്ടോപ്പിലും വരുന്നത്. അതായത് സൈഡിൽ നമ്പർ കീ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം സെറ്റാണ്, ഒന്നും മിസ്സിംഗ് അല്ല. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പുകളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. ഈ ഒരു ബീസ്റ്റ്, അതായത് ഓമൻ 16, ഇതിനകത്ത് വരുന്ന NVIDIA GeForce RTX 5060 ലാപ്ടോപ്പ് GPU ആണ്. ഒപ്പം തന്നെ AMD Ryzen 9 8940HX പ്രൊസസ്സറുമാണ്. 16 കോർ, 32 ത്രെഡ്, 24 GB അപ്ഗ്രേഡബിൾ റാം ആണ് വരുന്നത്. 1 TB SSD ആണ്. സോ സെറ്റപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ സൈബർ പങ്ക് അടക്കമുള്ള ഗെയിമുകൾ, ഹെവി ഗെയിമുകൾ ഇതിനകത്ത് കളിച്ചു നോക്കിയിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വിക്ടസിന്റെ പ്രത്യേകത കൂടി പറയാം. അതിന്റെ സ്പെക്ക്, ഇതിനകത്ത് വരുന്നത് NVIDIA GeForce RTX 5050 ലാപ്ടോപ്പ് GPU ആണ്. 24 GB അപ്ഗ്രേഡബിൾ DDR5 റാം ആണ് വരുന്നത്. 1 TB SSD. AMD Ryzen 7260 പ്രൊസസ്സറാണ് ഇതിനകത്ത് വരുന്നത്, വിക്ടസിൽ കേട്ടോ. എന്തായാലും 2 ലാപ്ടോപ്പും പവർ അപ്പ് ചെയ്യുന്നത് NVIDIA GeForce RTX 50 സീരീസ് GPUs ആണ്. അതും ബ്ലാക്ക്വെൽ ആർക്കിടെക്ചറിൽ റൺ ചെയ്യുന്ന GPUs. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം 5th ജനറേഷൻ ടെൻസർ കോർ പ്രോസസ്സറാണ് വരുന്നത്. അതായത് AI പവർ, മറ്റ് ഇപ്പോൾ DLSS പോലുള്ള കാര്യങ്ങളായാലും എന്തുതരം AI ഫീച്ചേഴ്സ് ആയാലും അതിനൊക്കെ ഒരു ടർബോ പവർ കൊടുക്കുക എന്ന് പറയില്ലേ, ആ രീതിയിൽ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ 5th ജനറേഷൻ ടെൻസർ കോറുകൾ ചെയ്യുന്നത്. പിന്നെ 4th ജനറേഷൻ RT കോറുകൾ വരുന്നുണ്ട്. അതായത് ഇതിനകത്തുള്ള റേ ട്രേസിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ എൻഹാൻസ് ചെയ്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ കാണിക്കുക എന്നുള്ളതാണ്. അതിന്റെ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ DLSS, അതായത് ഡീപ്പ് ലേണിംഗ് സൂപ്പർ സാമ്പിളിംഗ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം ഒക്കെ കൂടുതലാക്കി കാണിക്കാം. കൂടുതൽ ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോയെ അല്ലെങ്കിൽ ആ ഗെയിം കളിക്കുന്ന ആ ഗെയിമിനെ കൂടുതൽ സ്മൂത്ത് ആക്കി മാറ്റുന്ന സംവിധാനമാണ്. അതും ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിനിടയ്ക്ക് പല ഗെയിമുകളും ഞാൻ കളിക്കുന്നതിന്റെ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇതിന്റെ ഓരോ സെക്ഷനും വ്യക്തമാക്കി പറയണ്ടേ, അപ്പോഴേ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതായത് ഞാനിപ്പോൾ ഇതിനകത്ത് സൈബർ പങ്ക് ഗെയിം കളിക്കുന്ന ഒരു സെക്ഷനിൽ ഇതിവിടെ വെള്ളം കിടക്കുന്നുണ്ട്. വെള്ളമാണെന്ന് നമുക്ക് മനസ്സിലാവും, നമുക്ക് ഗെയിം കളിക്കുന്നവർക്ക് അറിയാം അത് വെള്ളമാണെന്ന്. ഈ റേ ട്രേസിന്റെ സെക്ഷനിൽ അത് അങ്ങോട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ വെള്ളത്തിൽ കറക്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോഴാണ് ശരിക്കും അത് വെള്ളത്തിന്റെ ഫീൽ ആയത്. അതായത് റിയൽ വേൾഡിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണോ അതേ തരത്തിലുള്ള ഒരു സെറ്റപ്പ് ഗെയിമിനകത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് റേ ട്രേസിംഗ്.
അത് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വിഷയമില്ല, വളരെ സ്മൂത്ത് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ DLSS സംവിധാനം, ഇത് ഞാൻ കാണിച്ചുകൊണ്ട് തന്നെ പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, അൾട്രാ സെറ്റിംഗ്സിൽ ബാറ്റിൽഫീൽഡ് 6 എന്ന ഗെയിം കളിക്കാൻ പോവാണ്. അഡ്വാൻസ്ഡ് മോഡിൽ കയറി നിങ്ങൾക്ക് ഇവിടെ കാണാം DLSS ഒക്കെ ഓഫാണ്, അതിൽ മൾട്ടി ഫ്രെയിം ജനറേഷൻ ഓഫാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലിപ്പും അതേപോലെ തന്നെ ഇത് ഓൺ ചെയ്തിട്ട് നമ്മൾ ഈ FPS മറ്റേ DLSS മൾട്ടി ഫ്രെയിം ജനറേഷൻ ഓൺ ചെയ്തിട്ടുമുള്ള ഓരോ ക്ലിപ്പുകളും ഞാൻ കാണിച്ചു തരാം. ഇനി ഞാനിതിൻ്റെ 4 മോഡുകളും സൈഡ് ബൈ സൈഡ് ഇടുകയാണ്. അതായത് മൾട്ടി ഫ്രെയിം ജനറേഷൻ ഓഫ് ഉണ്ട്, 2x ഉണ്ട്, അതേപോലെ 3x ഉണ്ട്, 4x ഉണ്ട്. സോ 4ൻ്റെയും FPS ആ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നമ്മൾ 50 FPS ഇരുന്ന ഗെയിമിനെ ഈ മൾട്ടി ഫ്രെയിം ജനറേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അത് വന്നിട്ട് 170 180 FPS റേഞ്ചിലേക്ക് ഇത് വരികയാണ്. അൾട്രാ ഗ്രാഫിക്സിലാണ് ഈ ഗെയിം ഈ ഒരു FPS നമുക്ക് കളിക്കാൻ സാധിക്കുക. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ HD റെസൊല്യൂഷനിലെ ഗെയിം പ്ലേ, FPS എല്ലാം സൈഡ് ബൈ സൈഡ് കാണാം. ഇനി നമുക്കിത് 2K റെസൊല്യൂഷനിലേക്ക് സെറ്റ് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ 2K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗെയിം പ്ലേ കാണാം. ഹൈ ക്വാളിറ്റിയാണ്, അൾട്രാ ഗ്രാഫിക് 2K റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സെറ്റാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ബട്ട് 50 FPS റേഞ്ചിലാണ് ആ ഗെയിം പ്ലേ. DLSS ഓൺ ചെയ്തിട്ടുള്ളത് 4 സൈഡ് ബൈ സൈഡ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. DLSS ഓഫിൽ, അതായത് മൾട്ടി ഫ്രെയിം ജനറേഷൻ ഓഫിൽ നമുക്ക് 50 റേഞ്ചിലാണ്. ബട്ട് ഓരോ 2x 3x 4x വരുമ്പോൾ 170 റേഞ്ചിലേക്ക് FPS കിട്ടുന്നുണ്ട്, 2K റെസൊല്യൂഷനിലടക്കം. സോ ഹെവി ഗെയിം പ്ലേ ആണ് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ സെയിം സെറ്റപ്പ് നമ്മൾ വിക്ടസ് ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്യാൻ പോവാണ്. ഫുൾ HD, ഇതിൽ ഫുൾ HD ആണ് മാക്സിമം, ആ റെസൊല്യൂഷനിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ടോപ്പ് ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഗെയിം പ്ലേ തുടങ്ങുമ്പോൾ 100 FPS റേഞ്ചിലേക്ക് നമുക്ക് എല്ലാം നോർമലി തന്നെ ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ DLSS മൾട്ടി ഫ്രെയിം ജനറേഷൻ 2x കൊടുത്തു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകണം, 150 റേഞ്ചിലേക്ക് FPS പോവും. 3x കൊടുത്തു കഴിഞ്ഞാൽ 200 റേഞ്ചിലേക്ക് പോവും. 230 FPS റേഞ്ചിലേക്ക് നമുക്ക് 4x മൾട്ടി ഫ്രെയിം ജനറേഷൻ കൊടുക്കുമ്പോൾ എത്തുന്നുണ്ട്. സോ അടിപൊളി ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇതിനകത്തും പ്രതീക്ഷിക്കാം. സോ നല്ല രീതിക്കുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ 2 ഫീച്ചറുകൾ ചേരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ റിഫ്ലക്സ് എന്ന് പറയുന്ന ലോ ലേറ്റൻസി സംവിധാനം കൂടിയുണ്ട്, നിങ്ങൾക്ക് അതും വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അതായത് ഗെയിമിൻ്റെ സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട് NVIDIA റിഫ്ലക്സ് ലോ ലേറ്റൻസി എന്നുള്ളത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോ ലേറ്റൻസിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കാം. സോ ഗെയിമിംഗിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല ഘടകങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ പറഞ്ഞതിന് പുറമെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ഒരു കാര്യം കൂടി പറയാം. Day 0 ഗെയിം റെഡി ഡ്രൈവേഴ്സ്, ഇറങ്ങുന്ന ഒരു വലിയ ഗെയിം ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഇറങ്ങുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ആ ഡ്രൈവറുകൾ കിട്ടുമെന്നുള്ളത് ഒരു വാഗ്ദാനമാണ്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഇവരുടെ NVIDIA ബ്രോഡ്കാസ്റ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ കിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ട്രീം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു NVIDIA ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ നോയ്സ് റിമൂവൽ, അതേപോലെ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, പിന്നെ ഓട്ടോ ഫ്രെയിമിംഗ്, അതേപോലെ എക്കോ, റൂമിൽ എക്കോ ഉണ്ടെങ്കിൽ എക്കോ റിമൂവ് ചെയ്യുന്ന പരിപാടി, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. സോ NVIDIA ബ്രോഡ്കാസ്റ്റിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഈ വർഷം പുതിയതായിട്ട് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് വരുന്ന ഒരു സംഗതിയാണ് ഓമൻ AI എന്ന് പറയുന്ന ഒരു സംവിധാനം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ഓമൻ AI എനേബിൾ ചെയ്താൽ ഇപ്പോൾ ഇതിൽ കൗണ്ടർ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഗെയിം ഓമൻ AI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കളിക്കുന്ന ഒരു പാറ്റേണും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ തെർമൽ മറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എല്ലാം കൺട്രോൾ ചെയ്ത് പെർഫോമൻസ് സെറ്റ് ചെയ്ത് നമ്മുടെ ഗെയിം സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും AI ചെയ്തോളും, നമ്മളൊന്നും ചെയ്യാം. സോ ആ ഒരു സൗകര്യം വളരെ നല്ലതാണ്. എന്നാൽ നമുക്ക് ആ പേഴ്സണലൈസും AIയും സംഭവമൊന്നും വേണ്ട, ഒക്കെ നമ്മൾ മാനുവലായിട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓമൻ ഗെയിമിംഗ് ഹബ് എന്ന് പറയുന്ന ഈ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് എല്ലാ തരം പരിപാടികളും ഉണ്ട്. അതായത് പെർഫോമൻസ്, ഓമൻ AI ഇതിനകത്ത് തന്നെയാണ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുക. അതേപോലെ ഓവർലേസ്, ഗെയിം കളിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഓവർലേകൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഗെയിം ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മുടെ ഗെയിമുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളിക്കാൻ, അതുപോലെ ഒപ്റ്റിമൈസർ, ലൈറ്റ് സ്റ്റുഡിയോ, അങ്ങനെയുള്ള ഒട്ടനവധി ഓപ്ഷനുകൾ ഈ ഒരു സെറ്റപ്പിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് സിസ്റ്റം വൈറ്റൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ CPU GPU ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഒറ്റ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സൗകര്യപ്രദമാണ്. ഇതിൽ തന്നെയാണ് അൺലീഷ് മോഡ് എന്ന് പറയുന്ന സെറ്റപ്പ് വരുന്നത്. എല്ലാം മാക്സിമത്തിലേക്ക് സെറ്റ് ചെയ്ത് ടോപ്പ് ലെവൽ പെർഫോമൻസ്, ഈ സിസ്റ്റത്തിൻ്റെ മാക്സിമം പെർഫോമൻസ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരുന്നൊരു സംവിധാനമാണ് ഈ അൺലീഷ് മോഡ്. ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേകത, നമ്മൾ പവർ കേബിൾ കണക്ട് ചെയ്തിടുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു റെഡ് ബാനർ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും, ആയിട്ടില്ല, പവർ കേബിൾ കണക്ട് ചെയ്യാൻ പറയും. അപ്പോഴാണിത് ഫുൾ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യുക. സോ അപ്പോൾ അങ്ങനെ അൺലീഷ് മോഡ്, ഗെയിമിംഗ് ഹബ്ബ്, ഗെയിമിംഗ് ഓമൻ AI, അതേപോലെ നമ്മൾ ഈ പറഞ്ഞ DLSS, RTX, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി ചേർന്ന് ഒരു 170 വാട്ടിൻ്റെ പവർ നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ ഒരു സംഭവം കൂടിയുണ്ട്, ഇതിനകത്ത് കീബോർഡ് RGB കീബോർഡാണ് വരുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. അതിന് നമ്മുടെ ഈ ഓമനിൽ തന്നെ ലൈറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇതുപോലെ ഓപ്പൺ ആയി വരുമ്പോൾ കീബോർഡ് ഇവിടെ കളർ മാറി മാറി വരുന്നത് കാണാം. ഈ ഒരു കള്ളിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ട് നമുക്ക് കീബോർഡിൻ്റെ ഏത് ഭാഗത്ത് ഏത് കളർ വേണം എന്നുള്ളതൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ ഓമൻ 16 പറഞ്ഞ എല്ലാ പവർ പാക്ഡ് സംവിധാനങ്ങളും ഒരു വിധത്തിലെല്ലാം ഇവിടെയും ഉണ്ട്. ഗെയിമിംഗ് ഹബ്ബ്, ഓമൻ ഗെയിമിംഗ് ഹബ്ബ് ഇതിൽ വരുന്നുണ്ട്. ഓമൻ AI നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം അതിലുള്ള അതേ സെറ്റപ്പാണ്. സോ ഞാനിതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫുൾ സെറ്റപ്പ്, ലൈറ്റ് സ്റ്റുഡിയോ, കീബോർഡിൻ്റെ ലൈറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനുള്ളത്. സോ
ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, അതിൻ്റെ അത്രയും പവർ മാത്രമേ കുറവുള്ളൂ. ബട്ട് ഗെയിമിംഗ് ഹബ്ബ്, ഒമന എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തും വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാനുള്ളത്, സംഭവം ഹീറ്റ് ആവുമോ? കാരണം ഗെയിമിംഗ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ടെൻറ്റ് കൂളിംഗ് സെറ്റപ്പ് എന്ന് പറയുന്ന ഇവരുടെ ഒരു അടിപൊളി കൂളിംഗ് സെറ്റപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് തന്നെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്കുള്ള എയർ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല പവറുള്ള ഫാനൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് സൈബർ പങ്കും ഈ കൗണ്ടർ സ്ട്രൈക്കും ഒക്കെ, അതേപോലെ മാർവൽ എന്ന് പറയുന്ന ആ ഒരു ഗെയിമും നമ്മൾ ഇതിനകത്തിട്ട് കുറേ നേരം കളിക്കേണ്ടായി, മണിക്കൂറുകളോളം കളിക്കേണ്ടായി. അതിനകത്തൊന്നും നമുക്ക് ഓവർ ഹീറ്റ് ആവുന്ന ഒരവസ്ഥ കണ്ടിട്ടില്ല. അപ്പോൾ 1 അവറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൈബർ പങ്ക് പോലുള്ള ഗെയിം ഇട്ട് സ്ട്രെസ് ടെസ്റ്റ് പോലെ നമ്മൾ നടത്തിയിട്ടും ഇതിനകത്ത് ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. ആകെ ഫീൽ ചെയ്ത ഒരു കാര്യം, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ 2K ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലാവുമ്പോൾ ഫുൾ HD ആണ് വരുന്നത്. ഇത് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ HyperX ഓഡിയോ ആണ് വരുന്നത്. നമ്മൾ അല്ലെങ്കിലും ഇത് ലാപ്ടോപ്പിലത്തെ ഓഡിയോയെ കുറിച്ച് വല്ലാണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഗെയിം കളിക്കുന്നവരെല്ലാം ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും കളിക്കുക. പിന്നെ ഇവരുടെ ഹെഡ്ഫോൺ HyperX, അവരുടെ ഹെഡ്ഫോൺ അതുപോലെ മൈക്കൊക്കെ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൻറ്റ് പെയറിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് HyperOS കോമ്പാറ്റബിൾ അല്ലെങ്കിൽ ഓമൻ കോമ്പാറ്റബിൾ ഡിവൈസുകളൊക്കെ ഈസി ആയിട്ട് പെയർ ചെയ്ത് ഉപയോഗിക്കാം. സോ അപ്പോൾ അടിപൊളിയായിട്ട് അതൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ച് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്ത് നൈസായിട്ട് ഉപയോഗിക്കുക. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പുകളുടെ എല്ലാ പ്രധാനപ്പെട്ട ഹെവി സംഭവങ്ങളെല്ലാം പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള സംഭവം കൂടി ഒന്ന് പറയണ്ടേ. അതായത് വിൻഡോസ് 11 ആണ്. ക്യാമറ വരുന്നത് ഫുൾ HD ക്യാമറയാണ്. 83 വാട്ട് അവറിന്റെ ബാറ്ററി സെറ്റപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. മൈക്രോസോഫ്റ്റ് 365 ബേസിക്കിന്റെ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അതായത് 1 ഇയർ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. സോ അതൊക്കെ ലാഭകരമാണ്. അങ്ങനെയുള്ള കുറേ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ബാക്കി ഒരു വിൻഡോസ് 11 ലാപ്ടോപ്പിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാ സംഭവങ്ങളുണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതൊക്കെ ഇതിനകത്തുണ്ട്. സോ ഓവറോൾ ഒരു അടിപൊളി ഐറ്റമാണ് ഈ 2 ലാപ്ടോപ്പുകളും. ഐറ്റങ്ങളാണ് ഈ 2 ലാപ്ടോപ്പുകളും. 1,50,000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു കുറവും വിചാരിക്കേണ്ട കേട്ടോ. സംഭവം അടിപൊളിയാണ് ആ പ്രൈസിന്. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് പ്രധാനമാണ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് വരുമ്പോൾ 1,00,000 രൂപ താഴെയാണ് വില വരുന്നത്. പ്രൈസ് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഇവരുടെ ലാപ്ടോപ്പുകളിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്പെക്കിനൊക്കെ അനുസരിച്ചുകൊണ്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. സോ കൃത്യമായൊരു പ്രൈസ് ഞാൻ പറയുന്നില്ല. രണ്ടായാലും അവരുടെ സൈറ്റിൽ കയറി പരിശോധിക്കുക. താല്പര്യമുള്ളവർ പരിശോധിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ 2 ലാപ്ടോപ്പുകളുടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ PC ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെക്ക് ചെയ്യാട്ടോ. നമ്മുടെ PC ഗെയിമേഴ്സിൻ്റെ അഭിപ്രായം പറഞ്ഞാലാണ് ഒന്നും കൂടി ഒരു കോൺഫിഡൻസോട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ. സോ അപ്പോൾ അങ്ങനെയാണ് ഓമൻ 16 ആൻഡ് വിക്ടസ് എന്നിങ്ങനെ 2 ലാപ്ടോപ്പുകളുടെ നമ്മുടെ ഒരു അനുഭവം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു അനുഭവം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ 2 ലാപ്ടോപ്പുകളുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.